മക്കളെ പോട്ടെ. അമ്പുകല്ലി അവിടെ ആ പാടി പോയി. 5-8 മക്കളെ വെച്ചിട്ട് ആരാണ്ടോടെ വന്നിട്ട് വർത്താനം പറയേണ്ടി വന്നൊരവസ്ഥ. അല്ലാ പഠിച്ചോനെ, ഇനി ഒരു ഉമ്മാക്കും ഈ ഗതി കൊടുക്കരുതേ. മുട്ടി വാതിലാണ് കുറ്റിട്ടാളട്ടാ. ആ പെർക്കരൊക്കെ അതിലെ നടക്കണുണ്ട്. അറ്റങ്ങൾ അവുത്ത് കയറിക്കാണ്ട് വല്ലത് ഉടുത്ത് കൊണ്ടോണ്ടോ അതും അറിയില്ല. വാതിലടക്കാതെ നിന്നാല് നബീസ് താത്ത, എവിടേക്ക് ഞങ്ങൾ പോണേ? ഞാനേ മരിച്ചോടത്തേക്ക് പോവാണ്. ആരെ താത്ത മരിച്ച്? വിളിച്ചറിയണൊന്നും കേട്ടില്ല. അതെടി നമ്മളെ തായ്മാത്തേണ്. അയ്യോ താത്ത, അതെപ്പോഴേ മരിച്ചേ? കഴിഞ്ഞ ആഴ്ചയും കൂടെ ഇവിടെ വന്ന് പോയതാണല്ലോ. ആ വരവതേ അങ്ങോട്ടും വന്നീനു. മരിച്ചത് 2 ദിവസം അയക്കണു. പൊന്നാര താത്ത, മരിച്ചിട്ട് 2 ദിവസമായിട്ട് നിങ്ങൾ ഇപ്പഴാ പോണേ? മരിച്ചത് ഇന്നാണ് അറിയണ്ട്. ആ ബാങ്കിലുള്ള സിയാബേ പെൻഷൻ പൈസ ആയിട്ട് പോയതേനു. അപ്പൊ കൊറേ ഓൻ വിളിച്ചിക്കണു. വാതിലാണെങ്കിൽ തുറന്നും കിടക്കണുണ്ട്. അപ്പൊ ഓൻ ഔത്ത് കയറി ഒന്ന് നോക്കിയതാണ്. അപ്പൊ മരിച്ച് കിടക്കാണ്. എന്റെ ദൈവേ, 3 ദിവസമായിട്ട് മരിച്ചിട്ട് എന്നാ പറയണേ? അത് മണക്കുണ്ടാവുമല്ലോ. ആരും കണ്ടിട്ടില്ല. എന്റെ മക്കളും ഇല്ല അവിടെ. മക്കളൊന്നും അതിന്റെ അടുത്തല്ലല്ലോ. അത് ഒറ്റക്കല്ല അതില് പാർക്കല്. മയ്യത്ത് കൊടുത്തിട്ടില്ല, ആസ്പത്രിയിലാണ്. ആ പേര കിടക്കണ സ്ഥിതി എന്താന്നാവോ. ഞാനൊന്ന് പോയി നോക്കട്ടെ. ഇനി അങ്ങോട്ടല്ലേ കൊണ്ടുണ്ട്. മക്കളോർക്കൊന്നും കൊണ്ടുപോകണില്ല. വീരാങ്കാക്ക വിളിച്ചിക്കാണെ ചെല്ലാൻ പറഞ്ഞിരുന്നു. അത് നേരത്തെ പെയ്ക്കണു. എന്നാ താത്തങ്ങള് നടക്കി, ഞാനൊന്ന് മേലൊഴുകിയിട്ട് ഞാനും വരാണ്ട് കേട്ടോ. ആ എന്നാ നേരം വെക്കണ്ടട്ടോ. വേഗം പോന്നോ. വേഗം മയ്യത്ത് എടുക്കേക്കാരം. നീ അങ്ങനെ നിർത്തുവൊന്നുമില്ല അവിടെ. ഇവിടെ ഞങ്ങളിത് കുളിപ്പിച്ചും വിടുന്നേ, എന്നിട്ടാണ് കൊണ്ടുവരുള്ളൂ. നിങ്ങൾ അവിടെ നിന്ന് ലെവലായിക്കാളി. കാരണം ആ പെരേ ഒക്കെ ആകെ അൽക്കുൽക്കായി കിടക്കുകയാണ്. ആ മുൻഭാഗത്ത് പുല്ലും കാർന്ന് അറിഞ്ഞു ആകെ ഒന്ന് നേരെ ആയിക്കാണ്ടേ ഒരു പന്തലും ഇടിച്ചാളി കേട്ടാ. മക്കളെ കാതിലാക്കണ്ട, ഓരെ കാത്തിക്കണ്ട. നിങ്ങളെ ഒരു ഐഡിയ ഇല്ലേ? അതിനനുസരിച്ച് ചെയ്തോളി കേട്ടാ. സംശയം ഇവിടുത്തെ പരിപാടിയൊക്കെ തീർന്നാക്കണോ. ഇനി ആംബുലൻസ് വന്നാൽ മതി. ആംബുലൻസ് ചക്ക വേറെ ട്രിപ്പ് പോയതാണ്. പെട്ടെന്ന് വരാറുണ്ടോ? അല്ല, ഇപ്പി എളാപ്പാരൊന്നും വന്നില്ലേ? ഇപ്പി എളാപ്പാരൊക്കെ അറിഞ്ഞക്കണോ. പക്ഷെ ഇപ്പൊ ഇവിടെ ഇല്ല. ഇപ്പൊ പെങ്ങളെ കോളേജ് ഇറക്കാൻ ബാംഗ്ലൂർക്ക് പോയിക്കണു. അല്ല സംശയം ഇപ്പൊ ബാങ്കിന്റെ എത്തൂലേ? ഞാൻ മരിച്ചേക്കിന് ഇപ്പാക്ക് വിളിച്ചിരുന്നു. അപ്പൊ ഇപ്പൊ എന്നോട് പറഞ്ഞത് ഞാനാണ്ട് വരണോ, ഞാൻ ഇപ്പൊ ഇവിടെ എത്തിയിട്ടില്ലുള്ളൂ എന്നാ പറഞ്ഞത്. എന്നാ ഇപ്പാനെ കാത്തിക്കണ്ട, അനക്ക് കാണണേ പോരെ. അല്ലടോ, മയ്യത്തസ്കാരത്ത് നല്ല ആളുണ്ടായിരുന്നല്ലോ. ഓ, നല്ല ആളാണ്. മേലെന്ന് ഞാനൊക്കെ നിന്ന്. അവരുടെ മക്കളെ ഒന്നിട്ടില്ലെങ്കിലും നാട്ടുകാർ ഫുള്ള് നല്ല ലീവാണ്. ഈ പറഞ്ഞ ഞാനടക്കം നിങ്ങൾ ലീവാക്കിക്കല്ലേ? ഞാൻ ലീവാക്കലുണ്ടോ? നമ്മളെ മഹലിലെ ഇത്രത്തോളം ആൾക്കാർ മയ്യത്തിസ്കരിച്ച ഒരു മയ്യത്തിസ്കാരം ഞാൻ കണ്ടിട്ടില്ല. ഇത്രയും മക്കളുണ്ടായിട്ടേ ആ ബീരാങ്ക ആ പള്ളിക്കത്തെ ഫുള്ള് ഇടപാടുകൾ അയാളാ തീർക്കേണ്ടത്. ബീരാങ്ക ഈ കാര്യത്തിന് പൈസ ചെലവാക്കുന്നുണ്ടെന്നുണ്ടെങ്കിലേ അത് ബീരാങ്കാന്റെ പൈസ ഒന്നാവില്ല, അത് പള്ളി കമ്മിറ്റിന്റെ പൈസ കാരണം. അയാൾ അങ്ങനെ പൈസ ചെലവാക്കാൻ അയാൾ വന്നോലെല്ലാം വെച്ചിട്ടുണ്ട്. പള്ളി കമ്മിറ്റി നിർത്തുന്ന അയാൾ ചെയ്യുണ്ടാവില്ല. മക്കൾ ആരും ചെയ്യില്ലെങ്കിൽ പിന്നെ ആരെങ്കിലും ഒരാൾ ചെയ്യേണ്ട എങ്ങായേ. തായ്മാക്കാർക്ക് 7 മക്കളില്ലേ? അതിൽ 2 ആളെന്നെ അവിടെ കണ്ടിട്ടുള്ളൂ. ബാക്കിയുള്ളവർ ഇവിടെ നാട്ടിലില്ലേ? മക്കളൊക്കെ അവിടെ ഉണ്ട് ചങ്ങായേ. ആ തള്ള ജീവിച്ചിരിക്കുന്ന കാലത്ത് തന്നെ ഒരാളും വന്നു നോക്കിയിട്ടില്ല. പിന്നെ മരിച്ചിട്ട് ചങ്ങായി വന്നിട്ടില്ല. അവര് എന്തിനാ അങ്ങനത്തെ മക്കളൊക്കെ? നമുക്കുണ്ട് മക്കളൊക്കെ. തായ്മാക്കാന്റെ അവസ്ഥ നമുക്കൊന്നും വരാതിരിക്കട്ടെ. ഇത് പറഞ്ഞത് ശരി തന്നെയാണ്. നമുക്കൊന്നും ആ അവസ്ഥ വരാതിരിക്കട്ടെ. അല്ല, നമുക്ക് ഒരു ബൈക്ക് പോകണ്ടായിരുന്നു. ഇതാ കാർ എടുത്തോണ്ട് വരുമോ? ഏതായാലും ആള് നല്ലോണ്ടല്ലേ. ആള് ഇഷ്ടം പോലെ ഉണ്ട്. നമ്മളെ മാലത്തിൽ ഇങ്ങനത്തെ ഒരു മജീദസ്കാരം ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. അത്ര ആളുണ്ടായി കണ്ടി. ആ, അല്ലാതെ ആരുണ്ടായില്ല. പറയുമ്പോ അതാണെങ്കിലോ അങ്ങനെ ആരെയും വലിയ ബന്ധമില്ല പറഞ്ഞാലേ നമ്മളെ മാലത്തില് അത് പോവാത്ത ഒരു പേരും ഉണ്ടാവില്ല. അത് നിങ്ങൾ പറഞ്ഞത് ശരിയാണ്. നമ്മൾ ഒന്നാമത് കുട്ടികളെ പറഞ്ഞേക്കും. പിരിവിനൊക്കെ ഒരാളെ പോലെ ഈ ചാടിക്കാതെ നമ്മൾ പോകണ്ടല്ലോ. പിന്നെ അന്ന് നമ്മളെ സെക്രട്ടറി ആയാലും മമ്മൂദാക്ക മൂപ്പുള്ള കാലത്ത് തന്നെ എന്താ പറയുക, ഒരാൾ ബെജായി കിടന്നാലും ആ പെരുകി പോവും. എന്നൊക്കെ ചോദിച്ചറിയും. ആ ഒക്കെ വന്ന് പറയും കാര്യങ്ങളൊക്കെ. ഇപ്പം അങ്ങനെ ആരാ അങ്ങനെയൊക്കെ പോയത്? അടുത്ത് ഉമ്മടുത്ത് ഒരാൾ സോക്കറായിക്കട്ടെ നമ്മൾ അറിയണ്ട. തായ്മാത്തേ മമ്മൂദൂന്റെ മാതിരിയായിരുന്നു. എല്ലാ പെരാളിലും നടക്കും. അത് ജാതി മതമൊന്നുമില്ല, എല്ലാവരുടെ പേരിലും നടക്കും. പല ചായ വെള്ളം എന്തേലും കൊടുത്താൽ കുടിച്ചു. പയങ്ങഞ്ഞിയേന്നു
വലിയ തീർപ്പതി. ഞാൻ കേട്ടോ. ആ കായ് കൊടുത്താലേ ചേലോല് കൊടുത്താൽ മേടിച്ചലുണ്ട്, എന്നാൽ ചേലോല് കൊടുത്താൽ വാങ്ങലുമില്ല. അങ്ങനത്തെ ഒരു മനസ്സെത്തി ചെയ്യുന്നത് ഞാൻ കൊടുത്ത ഒരു ദിവസം അപ്പം എൻ്റെ അടുത്ത് ഉണ്ട് കാരണം. പക്ഷെ അങ്ങനെയൊക്കെ ആണെങ്കിലേ അതൊരു പായത്തിലൊക്കെ എടുക്കാൻ പോയി. ഈ മക്കളല്ലേ നോക്കാനുള്ളത്. അപ്പം അല്ല ആദ്യം തന്നെ അത് കണക്ക് കൂട്ടിയിട്ടുണ്ടാവും. തായ്മാതാന്റെ കാര്യത്തിലേ ആകെ ഒരു സങ്കടമുള്ളൂ. ആ അത് പറഞ്ഞൊരു കാര്യമായി ആ നിറവേറ്റി കൊടുക്കാൻ കഴിഞ്ഞില്ല. അതെന്തേ? അത് എന്നോട് പറഞ്ഞതേ ഞാൻ മരിച്ചാലേ എൻ്റെ കബറേ എൻ്റെ മാപ്പിളിൻ്റെ കബറിൻ്റെ അടുത്ത് കളക്കണം എന്ന് പറഞ്ഞു. അത് മാപ്പിളിൻ്റെ കബർ ഇച്ചറിയില്ല. അത് മരിച്ചിന കാലത്ത് ഞാൻ ഇവിടെ ഉണ്ടായിരുന്നില്ല. ഞാൻ അന്ന് ദുബായിലല്ലേ നീരെ. ഞാൻ ആ വലിയ ചെക്കനോ രണ്ടാമത്തോനോ അവിടെ ഉണ്ടായിരുന്നല്ലോ, ഓനോട് ചോദിച്ചു ഏതാടാ അപ്പാൻ്റെ കബർ എന്ന്. അപ്പോൾ ഓൻ പറഞ്ഞു ഇച്ചറിയില്ല എന്ന് പറഞ്ഞു. ഓൻ ആ മരിച്ച് മറ ഇത് കണ്ടേറ്റ് പോന്നേക്കാരം. പിന്നെ ആ ഭാഗത്തേക്ക് പോയിട്ട് തന്നെ ഉണ്ടാവില്ല. ആ അതൊന്നും വലിയൊരു കാര്യമാക്കണ്ട. അതിനേ കബറ് സ്വാം കിട്ടിയാൽ മതി. കാരണം ഈ 5-8 മക്കൾ പോയിട്ട് വളർത്തിയിട്ടേ ഒരു എണ്ണത്തിന് കൊണ്ട് ആ ഒരു ഉറുപ്പ്യൻ്റെ ഉപകാരം കിട്ടിയിട്ടില്ല. വല്ലാത്ത സങ്കടം. അതൊക്കെ ഇങ്ങനെ ആലോചിച്ചുമ്പോണ്ടല്ലോ പഠിച്ചോ നമ്മൾക്ക്. നിങ്ങൾ ആലോചിച്ച് നോക്കില്ലേ? നിങ്ങൾ നഖം വെട്ടിക്കൊണ്ട് ഇവിടെ ഇരിക്കുണ്ടായിരുന്നോ? ഞാൻ നിങ്ങൾ അവിടെയൊക്കെ തെരഞ്ഞു നോക്കി. എന്താ നബീസോ? നിങ്ങൾ പള്ളിയിൽ നിന്ന് ഇരിഞ്ഞ് വരുമ്പോഴേ ഒരു സുർക്കക്കുപ്പി കൊണ്ടോണ്ടി. അതിന് കുട്ടികളെ ആരെയും പറഞ്ഞാച്ചാളെ നബീസോ. ഞാൻ അങ്ങോട്ട് വരുമ്പോത്തിന് നേരം വെക്കും. ഇന്നിപ്പോ ദിക്കറുണ്ടല്ലോ തായ്മാത്താന്റെ, അത് കഴിഞ്ഞിട്ടല്ലേ ഇപ്പൊ ഞാൻ എത്തുള്ളൂ. ആ അന്ന് ദിക്കറാണല്ലോ അല്ലേ? ഞാൻ അതിന്റെ കൊളർമ നച്ച് വിട്ടുക്കണു. മക്കളൊക്കെ അന്ന് പങ്കെടുക്കപ്പോ അതിന്. മക്കളൊന്നും പങ്കെടുക്കുന്നൊന്നേ അറിയില്ല നബീസോ. ആ മരിച്ച അന്ന് തന്നെ ആ ബല്യോന് മയമുട്ടി പോകാൻ വിളിച്ചേക്കണു. അപ്പോൾ ഓന് മറ്റേ ഇവിടെയാണ് ബാംഗ്ലൂര് ഓൻ്റെ പെണ്ണിനെ സ്കൂളിലോ കോളേജിലൊടുക്ക ചേർക്കാൻ കൊണ്ടുപോയതാണ്. അന്ന് മയമുട്ടിനോട് ഓൻ ചോദിച്ചാണല്ലോ ഞാൻ അങ്ങോട്ട് വരണോന്ന്. സ്വന്തം അമ്മ മരിച്ചെടുക്കുകയാണ്. ഓൻ്റെ ചോദ്യമാണ് ഞാൻ അങ്ങോട്ട് വരണോന്ന്. ഒരു പെരയിലുള്ള ഒരു കോഴി ചത്താലടക്കണ്ടാവും മനുഷ്യന്മാർക്കൊരു വേദന. അവനാ നല്ല നോക്കി നടത്തിയ ആ വേദനയും കൂടി ആ ചെക്കൻ ഉണ്ടായിട്ടില്ല. പിന്നെ ഇങ്ങനത്തെ മക്കളല്ലേ, ഓലൊന്നും വരുമെന്ന് വെച്ച് തോന്നുന്നില്ല. കുറച്ച് ആ പായസത്തിന് വേണ്ടിയേ ഞാൻ ആ കുഞ്ഞാപ്പൂനെ ഏൽപ്പിച്ചേക്കണു. പായസത്തിന്റെ കാര്യം നിങ്ങൾ തന്നെ ഏൽപ്പിച്ചത്? ആ മരിച്ച അന്ന് നിങ്ങൾ തന്നെയല്ലേ ഒക്കെ ചെലവാക്കിയത്? 5-8 മക്കളുണ്ടായിട്ടേ അയക്കൊന്നും ഒറ്റൊന്നും വന്നില്ലല്ലോ. എവിടെ നബീസോ, മക്കൾ 5 ഉണ്ടായിട്ടൊന്നും കാര്യമില്ല. ഒറ്റൊന്നും വരൂലെന്ന് ഞമ്മക്ക് അറിയേണ്ടതല്ലേ. ആ മരിച്ചന്ന് തന്നെ ആ 2 മക്കൾ മാത്രം ഉണ്ടായിരുന്നുള്ളൂ. ഓല അവിടെയും ഇവിടെയും വേറെ ആരോ മരിച്ചോടത്തേക്ക് വന്ന മാരി മുട്ടിച്ചിട്ട് നിൽക്കുന്നുണ്ട്. അല്ല ആ പെണ്ണിനേറ്റ ഞാൻ മരിച്ച വരി കണ്ടീനോ? ഓൾ അവിടെയൊക്കെ ഉണ്ടായിരുന്നു. മകളല്ലേ ഓള് നൊലോളിച്ചുകൊണ്ട് നടന്നീന്നു. ആൾക്കാരെ ബോധിപ്പിച്ചാലായിരുന്നു നൊലോളി. ഇമ്മ മരിച്ച സങ്കടത്തിനൊന്നല്ല ഓള് നൊലോളിച്ചിട്ടുണ്ട്. ഏതായാലും ആ തള്ള നല്ലൊരു തള്ളയാണ്. അത് ഒരു പായ്ത്തൽക്ക കടക്കാതെ അത് പോയി. ഒരു മനുഷ്യനോട് ഒരു കുറ്റം അത് പറയണ ഞാൻ കേട്ടിട്ടില്ല. എല്ലാ പെരിയാലും നടന്നാലും അത് ഏതെങ്കിലും ബൈക്ക് നടന്നു പോവുകയാണെങ്കിലേ ഒരു ഓലപ്പട്ട ബജ്ജി കിടക്കുന്നുണ്ടെങ്കിൽ അതൊന്ന് അരുവ് എടുത്തിടും. ഒരു മുള്ള എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും അരുവ് ഇട്ടിട്ടൊക്കെ പോവുള്ളൂ. നല്ലൊരു സ്വഭാവമുള്ള ഒരു തള്ളയാണ് അത്. പക്ഷെ ആ മക്കൾക്കൊന്നേ ആ താവജ് കിട്ടിയിട്ടില്ല. ഓലൊക്കെ വേറൊരു സ്വഭാവക്കാരാണ്. ഈ തായ്മാത്ത പണ്ട് എന്നോടൊരു വർത്താനം പറഞ്ഞിരുന്നു. വലിയ മോനെ ഇമ്മറിനെ പറ്റി. ഇമ്മർ ദുബായിലൊക്കെ പോയിക്കാണ്ടേ വലിയൊരു പെര എത്തിയിരുന്നു. അന്നത്തെ കാലത്ത് മുസൈക്കൊക്കെ ഇട്ട് കാണ്ട് ആ പെരയ്ക്കേ ഉമ്മ ഒരു ദിവസം കയറി ചെന്നേക്കണു. അപ്പോൾ ഇമ്മ എന്തൊക്കെ തിന്നിക്കാണ്ട് മുള്ള എന്തെങ്കിലും ചങ്ക് കെട്ടിക്കാണ്ട് ഒന്ന് ഓക്കാഞ്ചേക്കണു. അപ്പോൾ അവിടെ മുസൈക്കുമ്മൽ ഉറ്റിക്കണു ഓക്കാനം. അങ്ങനെ ഈ മരുവോട് കുറേ ചീത്ത ഇറങ്ങണു തള്ളനെ. അത് കണ്ടുകാണ്ടാണ് ഉമ്മർ കയറി നിൽക്കണം. ഉമ്മറും കുറേ ചീത്ത ഇറങ്ങണം. എന്നിട്ട് ആ തള്ള അന്ന് ആ പെരിന്ന് ഇറങ്ങിയതാണ്. പിന്നെ ആ പെരിക്ക് ഇതുവരെ ചൊട്ടിയിട്ടില്ല എന്ന് എന്നോട് പറഞ്ഞു. അപ്പോൾ അത് എന്നോട് നൊലോളിച്ചിക്കാണ്ട് ആ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പോൾ എന്നോട് പറയണേ എൻ്റെ ഉമ്മറിനൊക്കെ ഞാൻ എങ്ങനെ നോക്കിക്കണം നിങ്ങൾക്ക് അറിയില്ലേ. ഓൻ എന്നോട് നല്ല സ്നേഹം വെച്ചാൽ അങ്ങോട്ടും അങ്ങനെ തന്നെയായിരുന്നു. പക്ഷെ ഇപ്പോഴൊക്കെ ഓരൊക്കെ വേറെ സ്വഭാവമായിക്കണു. പെണ്ണൊക്കെ കെട്ടിയാരേന്നൊക്കെ പറഞ്ഞു എന്നോട്. മക്കൾ അങ്ങനെ തള്ളനെ കാട്ടിക്കണമെങ്കിലേ ഒക്കെ അനുഭവിച്ചിട്ട് തന്നെ ഉള്ളൂ ഇവിടുന്ന് ഓല് പോവുള്ളൂ. ആ തള്ള മരിച്ചിനീന് 2 ദിവസം മുന്നേ ഇവിടെ വന്നിക്കാണ്ട് സാധനങ്ങൾ കൊടുന്ന് വെച്ചിക്കണേല. അത് ഇങ്ങനത്തെ കാട്ടുക. അതവിടെ നിന്നോട്ടെ നബീസോ. അതിനൊരു തീരുമാനം എടുക്കുക. ഞാൻ മായമുട്ടിനോടൊന്ന് പറഞ്ഞാട്ടെ. എന്നിട്ട് എന്താ ചെജ്ജണ്ട വെച്ചാൽ അതിനനുസരിച്ച് ചെജ്ജാം. ആ തള്ളക്കേ മക്കളെക്കാട്ടിലൊരു വിശ്വാസം ഉണ്ടായിരുന്നതേ നമ്മളേനും. അതുകൊണ്ടാണ് എല്ലാ സംഗതി ഇവിടെ കൂടുന്നത് ചെയ്യുന്നത്. നിങ്ങളോടേ വർത്താനം പറഞ്ഞു നിൽക്കാണ്ട് കുറേ നേരമായി. ഇനി സുർക്കക്കുപ്പിക്ക് ഞാൻ സാനുപ്പാനായിട്ട് പറഞ്ഞയക്കട്ടെ. ഉമ്മാന്റെ പരിപാടിയൊക്കെ ഉഷാറായി കഴിഞ്ഞില്ലേ? അതൊക്കെ ഉഷാറായി കഴിഞ്ഞു. ഞങ്ങൾ 5-8 മക്കളുള്ളതല്ലേ, അങ്ങനെ മോശമാക്കാൻ പറ്റൂലല്ലോ. നല്ല ഉഷാറാക്കി തന്നെ നടത്തിക്കണൊക്കെ. ഇനി 40 ഉണ്ട്, അതിന് ആവുമ്പോൾ നടത്തണം. ദിക്കറുണ്ടാക്കിയ പായസമൊക്കെ നല്ല ഉഷാറായി. ആരത് ഉണ്ടാക്കിയത്?
വെള്ളിയാഴ്ച ദിക്കറിന്റെ അന്നത്തെ പായസല്ലേ അത് കാക്കേ കേറ്ററിംഗുകാരെ ഏൽപ്പിച്ചതാണ്. ഉമ്മ പാർത്തിന്ന് പേരും പറമ്പേ നിങ്ങൾ ആദ്യം ഓരി വെച്ചിരുന്നോ? അത് കുറെ മുന്നേ പെങ്ങൾക്ക് കുറച്ച് ബുദ്ധിമുട്ട് വന്നപ്പോഴേ ഓളെ പേരിലാണ്ട് എഴുതി കൊടുത്തു. അത് ഉമ്മ മരിക്കണതിന്റെ മുന്നേ ഒക്കെ പെങ്ങൾക്ക് കൊടുത്തിക്കണില്ലേ? അത് നല്ല കാര്യമാണ് ചെയ്തത്. കാക്ക എന്റെ പൈസ ഞാൻ വൈകുന്നേരം വരുമ്പോ തരട്ടാ. ഏയ് അടക്കി ഒരു കാര്യം പറയണ്ട. എന്താടാ? നിങ്ങൾ പോയിട്ടൊന്നും വന്നാണ്. ഞാൻ നിങ്ങളെ ചായയോട് കയ്യോളേ അവിടെ കാത്തിക്കാണ്. പിന്നെ അവിടുന്ന് പറയാനും പറ്റൂലല്ലോ. നമ്മളെ സെക്രട്ടറി വീരാങ്കാൻ്റെ മോനില്ലേ സുക്കൂർ, ഓൻ എനിക്ക് ഗൾഫിൽ നിന്ന് വിളിച്ചിരുന്നു. നിങ്ങളമ്മ മൂപ്പരെ പെരയിലായിട്ട് നല്ല ബന്ധമാണല്ലോ. അവിടെ എന്തോരേ പുതിയ എന്തോ കൊടുത്തിട്ടുണ്ട്. അതിൽ കുറച്ച് സ്വർണ്ണവും പണ്ടും ഉണ്ടെന്ന മോൻ്റെ ഒരു അഭിപ്രായം. നിങ്ങൾ അതിൻ്റെ നിജസ്ഥിതി എന്തെങ്കിലും അറിയോ? എത്തജ്ജ് പറയണ്ട് അതൊന്നും ഉണ്ടാവില്ല. ഇമ്മ ബീരാങ്കാൻ്റെ അവിടുത്തെ ഒരാളേന്നു, പക്ഷെ അവിടെ ഒന്നും കൊണ്ടേ കൊടുക്കാൻ സാധ്യതയില്ല. അതെ, അയാളെ മരിച്ചപ്പോൾ അയാളാണ് പൈസ ചിലവാക്കിയത്. ഇപ്പോൾ പള്ളിക്കൽ നിങ്ങളിപ്പോൾ നാളത്തെ ആൾ പച്ച പിള്ളല്ലേ അയാളോട് പറഞ്ഞത്, ആ പായസം വെച്ചു കൊടുത്ത് വീരാക്കല്ലേ, അയാളെടുത്ത് നല്ലൊരു എമൗണ്ടേ നിങ്ങളെ ഉമ്മ ഏൽപ്പിച്ചേക്കണേ. എനിക്കത് രണ്ടും കൂടി കൂട്ടി വായിച്ചപ്പോൾ തോന്നണേ. അല്ലാതെ അയാളെ നിങ്ങളെ ഉമ്മാക്കും വേണ്ടി ഇങ്ങനെ ചിലവാക്കുമോ? അത് നിങ്ങൾ ആലോചിച്ച് നോക്കി. നിങ്ങളെ മക്കൾക്ക് ഇല്ലാത്തൊരു സ്നേഹം അയാൾക്ക്. ഇജ്ജ് പറഞ്ഞപ്പോൾ എനിക്കൊരു സംശയം തോന്നുന്നുണ്ട്. ഉമ്മാൻ്റെ പൈസ കുറച്ച് കാണണം. എന്തായാലും ഞാൻ പെരിയിലൊന്ന് നോക്കിക്കാട്ടെ. പെരിയിൽ നിങ്ങൾ നോക്കണ്ട. നിങ്ങളെ കാരണവരെ മോൻ സംശയമായി അവിടെ ഫുള്ള് തപ്പിക്കണേ. എന്നിട്ട് മോൻ എനിക്ക് വിളിച്ചിട്ടുണ്ട്, വല്യമ്മ ഇവിടെ കുഴിച്ചിട്ടുണ്ടാവൂടാ ചോദിച്ചിട്ട്. കുഴിച്ചിട്ടിട്ടൊന്നും ഉണ്ടാവില്ല. അതുണ്ടെങ്കിലേ വീരാങ്കാടെ കൊണ്ടേ കൊടുത്തിട്ടുണ്ടാവും. അവിടുത്തെ ഒരാളേന്നു അത്. ഞാൻ ഏതായാലും ഒന്നേ അന്വേഷിച്ച് നോക്കട്ടെ. ഇത് കാര്യം ആരോടും പറയണ്ട കേട്ടോ. ആ അങ്ങനെയൊക്കെയാണല്ലേ. ആരെന്നോട് പറഞ്ഞേ? അത് കാക്ക ആ പറമ്പിലാ കുഞ്ഞോൻ ചക്കല്ലേ, ഓനാ പറഞ്ഞത്. അല്ല അങ്ങനെ ഉണ്ടെങ്കിൽ പോയി വെക്കാതെ മാങ്ങളിലൊക്കെ നമ്മളെ ഉമ്മാന്റെ മോലല്ലേ. അത് കാക്ക നമ്മൾ രണ്ടാളും ഒറ്റക്ക് പോണ്ട. ഉമ്മാന്റെ മക്കളെല്ലാരും പോന്നോട്ടെ. നമുക്ക് ബീരാങ്കാനോടൊക്കെ ഒന്ന് ചോദിച്ചറിയും ചെയ്യാലോ. ആ ബീരാങ്കാൻ്റെ ഒരു ദൂരമുള്ളത് നമുക്കൊന്ന് വാങ്ങിക്കൊണ്ടിരുന്ന ദൂരക്കാം. അതങ്ങനെ ആരും അറിയാതെ പോകാൻ പറ്റൂല കാക്ക. കുഞ്ഞോണ്ടല്ലോ കാക്കാന്റെ സംസൂനായിട്ടേ ഭയങ്കര കമ്പനിയാണ്. ജോലി അമ്മലായിട്ട് പറഞ്ഞാലോ? ഇജ്ജത് ആരോടും ഇപ്പൊ പറയാൻ നിൽക്കണ്ട. അത് പിന്നെ ചിലപ്പോൾ പൊന്നും കാര്യമൊക്കെ ഉണ്ടാവും. അത് എന്തേലും ഒച്ചപ്പാടാവുകയാണെങ്കിൽ അപ്പം നമുക്ക് അതിന് തീരുമാനം വേറെ എടുക്കാം. നിങ്ങൾ ആ ബീരാങ്കാക്കൊന്ന് വിളിച്ചു നോക്കി. അയാൾ പേരിലുണ്ടെങ്കിലേ നമുക്ക് ഇപ്പൊ തന്നെയാണ് പോവുന്ന. അത് ഇജ്ജ് പറഞ്ഞത് ശരി തന്നെയാണ്. നമുക്കൊന്ന് വിളിച്ചു നോക്കാം. എൻ്റെ ഫോണിപ്പോൾ ഇവിടെ ഉണ്ടായിരുന്നു. ആ അല്ല, ദത്തിനിപ്പോൾ വരാൻ പറഞ്ഞത് നമ്മളെ നബിദിനത്തിന്റെ പരിപാടിന്റെ പല കാര്യങ്ങളും പറയാനായിട്ടാണോ? അത് പറയും വേണം. പിന്നെ വേറെ സംഗതിയും കൂടി എന്നോട് പറയാനുണ്ട്. നബിദിനെ നമ്മൾ എല്ലാ കൊല്ലം കഴിച്ചുമ്പോൾ തന്നെ ഇക്കുറിയാണ് കഴിച്ചണം എന്നാണ് ഉസ്താദ് എന്നോട് പറഞ്ഞത്. അങ്ങനെ തന്നെ ആക്കല്ലേ നല്ലത്. അത് ഞാൻ എൻ്റെ ഒരു അഭിപ്രായം പറയാം. ഇക്കുറി ഇപ്പം നമുക്ക് നബിദിനം ആർഭാടായിട്ട് കഴിച്ചണോ? നമ്മളാ കായ് വയനാട്ടിൽ കണ്ട് കൊടുത്ത അവർ ഹൈറാവൂലേ? അതിപ്പോ നമ്മളെ മാലിന്യേ കുറെ പൈസ പിരിച്ചു കൊടുത്തില്ലേ, പല വകുപ്പിലും കൊടുത്തേക്കണം. ഇനിയിപ്പോ നബിദിനം കഴിച്ചാൽ ഇപ്പൊ ആ പൈസ ഇപ്പൊ അങ്ങോട്ട് കൊടുക്കണോ? അനക്കിപ്പോ ഈ നബിദിനം കഴിച്ചിട്ടുണ്ടെങ്കിൽ വലിയൊരു തീർപ്പതില്ലാത്ത മാതിരി കാതറിപ്പോ എന്നോടൊപ്പം മിഞ്ഞാന്ന് ഈ വർത്താനം എന്നോട് പറഞ്ഞപ്പോ നിങ്ങളിപ്പോ ആ മറ്റേ ഗ്രൂപ്പിലേറ്റ കൂടിക്കണോ? ചില മാലിൽ ഇപ്പൊ അങ്ങനത്തെ ആൾക്കാരും ഉണ്ട്, അതുകൊണ്ട് ചോദിച്ചാണ് ഞാൻ. അങ്ങനൊന്നുമല്ല, അങ്ങനത്തെ ഗ്രൂപ്പും കാര്യങ്ങളൊന്നും ഇപ്പൊ നമ്മളിപ്പോ നമ്മുടെ മാലില്ലല്ലോ. അതിനോട്ട് ഉണ്ടാക്കാൻ അയക്കൂല. ഉണ്ടാവാതിരിക്കട്ടെ. ഉണ്ടാകാതിരിക്കട്ടെ. അല്ല, നിങ്ങളിപ്പോ അതിന്റെ ഇടയിൽ കൂടി വേറെ എന്തോ ഒന്നും കൂടി പറഞ്ഞല്ലോ. ഇപ്പൊ എന്തോ പറയാനുണ്ടെന്നുള്ളൊരു അഭിപ്രായം പറഞ്ഞു. വേറൊരു കാര്യം പറയാനുള്ളത്, നമ്മളെ തായ്മാത്താന്റെ കാര്യമായിരുന്നു. മരിച്ചേ. അപ്പോ മക്കൾ ഇങ്ങോട്ട് വരാന്ന് പറഞ്ഞപ്പോ വലിയ രണ്ടാളും എന്താ സംഗതി ഒരു പുടുത്തം കിട്ടിയിട്ടില്ല. ഇന്നലെ പോകാൻ വിളിച്ചു പറഞ്ഞതേന്നു. അപ്പൊ ഇന്ന് അസറിനെ അസറിന് വരാൻ പറഞ്ഞതാണ്. എന്താ പരിപാടി? എനിക്കൊരു പുടുത്തം കിട്ടിയിട്ടില്ല. അസ്സലാമലൈക്കും. അവിടെ ഇരുന്നാ മതി. അല്ല, ഇജ്ജല്ല ഇന്നലെ ഫോൺ വിളിച്ചത്? ആ ഞാൻ തന്നെ വിളിച്ചത്. ഇവ ഇന്നലെ എന്നോട് വന്നിട്ട് ഒരു കാര്യം പറഞ്ഞിരുന്നു. അപ്പൊ അതിന്റെ യഥാർത്ഥ അറിയാൻ എന്താ പോന്നാണ്. അതിപ്പോ എന്താ കുട്ടിയെ? ഇമ്മാന്റെ പൈസ നിങ്ങളെ അടുത്തുണ്ടോ? നാട്ടുകാർ മുഴുവൻ പറയുന്നുണ്ട് ബീരാങ്കാന്റെ അടുത്താണ് ഉമ്മാന്റെ പൈസ ഒക്കെ. പള്ളിക്കലാണെങ്കിൽ പരിപാടിക്കൊക്കെ നിങ്ങളാണ് ചെലവാക്കിയത്. അപ്പൊ ഒക്കെ കൂടി ഇങ്ങനെ കേട്ടപ്പോ എനിക്കൊരു സംശയം. അതോ ഇപ്പൊ ഞാൻ കാക്കാനോട് പറഞ്ഞത്. അപ്പൊ ഉമ്മാന്റെ പൈസക്ക് പോന്നാണ് ഇപ്പൊ നിങ്ങള് രണ്ടാളൂല്ലേ? അമ്മുട്ടിയെ കായ് ഒരുപാടുണ്ട് ഉമ്മാന്റെ എൻ്റെ അടുത്ത് കൊടുന്നതാണ്. ഇവര് മക്കളെടുത്ത് കൊടുക്കാന് ഓൽക്ക് അതിന്റെ വർത്താനം കേൾക്കാൻ ഒഴിവില്ലല്ലോ.
അപ്പോൾ വർത്താനം കേൾക്കാൻ ഒഴിവുള്ള ഒരാളെടുത്ത് കൊടുന്നു തന്നേക്കണു. ഇവിടെ ഉണ്ട്, ഞാൻ ഏതായാലും ഇങ്ങോട്ട് എടുത്തു കൊടുന്നുതരാം. ആ ആ ഇങ്ങനത്തെ സംഗതിയൊക്കെ ഉണ്ടോ? ഈ ഒപ്പം നടന്നിട്ട് ഇതുവരെ എന്നോട് ആരും പറഞ്ഞിട്ടില്ല നിങ്ങള്. ഞാൻ ഈ കാര്യം ഒരു മനുഷ്യനോട് പറഞ്ഞിട്ടില്ല. ഇച്ചു നബീസുനും മാത്രമേ അത് അറിയുള്ളൂ. ആ സാധനം ഇവിടെ ഉണ്ട്, ഇവിടെ കൊടുന്നു വെച്ചത്. അത് കുറേ കാലമായി കൊടുന്നു വെച്ചിട്ട്. ആ പിന്നെ എന്നോടും പനോടും കൂടിയാ പറയേണ്ടത്. പള്ളിക്ക് ചെലവാക്കിയ കണക്കാണല്ലോ ഇപ്പൊ നിങ്ങള്. അതേ ബീരാന്റെ കായാണ്, അല്ലാതെ നിങ്ങളെ അമ്മാന്റെ മുതലിന് ഒരു ഉറുപ്പി ഞാൻ എടുത്തിട്ടില്ല. അത് ആ കിജോടുക്കൻ അവിടെ ഉണ്ട്. അത് ഞാൻ നിങ്ങൾ കൊടുന്നേരം നിങ്ങൾ മക്കൾ കൊണ്ടുപോയിക്കോളി. എനിക്ക് ആ ഒരു മുതലും വേണ്ട. വലിയ കാക്ക എന്നേ ബാംഗ്ലൂരിൽ നിന്ന് വന്നത്? അവിടുന്ന് 4 ദിവസം കഴിഞ്ഞിട്ടാ വന്നത്. അല്ല ബീരാൻകാൻ്റെ ഇപ്പൊ ഈ കായുള്ള വിവരം കാനൂർ അഞ്ചന്മാരൊക്കെ അറിഞ്ഞേക്കണം. അതെന്നാമലൊക്കെ എല്ലാരും അറിഞ്ഞോക്കണു. അല്ല ചെറിയ ഈ ഓഡിറ്റോറിയത്തിന്റെ പിരിവും റബിയുല്ലവിന്റെ പിരിവൊക്കെ ഒന്നിച്ചാ വന്നിട്ടുണ്ട്. ഒരുമിച്ച് വന്ന് മറ്റു 2 കൊല്ലം മുമ്പ് തുടങ്ങിയല്ലേ ഇതിപ്പോ? ഇതാണ് മമ്മൂട്ടിയെ ബരമ്മൈ എൻ്റെ അടുത്ത് കൊടുന്ന മുതൽ ഞാൻ ഇതുവരെ തുറന്നു നോക്കിയില്ല. ഇപ്പൊ നിങ്ങളെ മോതാവിൽ വെച്ച് കാണാൻ ഇതൊക്കെ തുറക്കുന്നുണ്ട്. ഇതിപ്പോ പോപ്പാണ്. കണ്ടാളി ഓരോരുത്തർ കൊടുത്തത് ഇക്കാരപ്പോ പഴയ 2, 3 ഒക്കെ ഉണ്ട്. ഒറ്റ പൈസ എന്ന് കാട്ട് കൊണ്ടുവരുന്നു. ഇതൊന്നും ഇപ്പതേ മാറ്റിയത് 30 അറിവുണ്ടാവില്ല. ഒരു കള്ളാസിപ്പുണ്ടാവാ. ഇതെന്താ എഴുതിക്കണല്ലോ? വല്ല ബസ്സിയത്ത് എന്തേലും ആണോ? ചെന്ന് വായിച്ചോക്കെ. ഇതേ അക്ഷരമൊക്കെ മാഞ്ഞേക്കും. ഞാൻ വേഗം വായിച്ച് ഉപയോഗിക്കാം. എത്രയും സ്നേഹം നിറഞ്ഞ ഉമ്മയും മറ്റ് വേണ്ടപ്പെട്ട എല്ലാവരും കൂടി വായിച്ചറിയുവാൻ ഉമ്മർ എഴുത്ത്. ഞാൻ തിരൂരിൽ നിന്ന് വണ്ടി കയറി ബോംബായിലെത്തി. 1 മാസം അവിടെ നിന്നു റിയാളിൽ എത്തി. കൃഷിപ്പണിയാണ്. നിങ്ങൾക്കൊക്കെ സുഖമാണെന്ന് കരുതുന്നു. നിങ്ങൾ ബർക്കത്തിന് തന്ന പൈസ ഞാൻ നിധി പോലെ സൂക്ഷിച്ചിട്ടുണ്ട്. മറുപടിക്ക് കാക്കുന്നു. മമ്മൂട്ടിയെ ഇത് ഇമ്മറേ ഉമ്മാക്ക് കത്തയച്ചതാണ്. പണ്ടാ ദുബായി പോയെന്ന്. നിങ്ങളെ കാരണോല് ഓന് ഉമ്മ മരിച്ചിട്ടേ ഇത് എവിടെയെന്ന് ചോദിച്ചിക്കാണ്ട് മമ്മൂട്ടിയെ വിളിച്ചപ്പോഴേ ഞാൻ ബാംഗ്ലൂരാണ്, ഞാൻ വരണോന്നാണ് നിങ്ങളെ ഈ കാരണോല് ചോദിച്ചത്. അന്ന് ഓന് ഉമ്മാനോട് സ്നേഹം ഉണ്ടായിരുന്നു. എഴുതിക്കണ കണ്ടില്ലേ? ഇപ്പൊ നിങ്ങൾക്കൊന്നും നിങ്ങളെ അമ്മാരോട് സ്നേഹമില്ല. നിങ്ങളെ അമ്മാരുടെ മുതലാണിത്. കൊണ്ടുപോയിക്കോളി. വീരാനിധിന്ന് ഒന്നും വേണ്ട. ഇതാണിപ്പോ വീരാൻ്റെ അടുത്ത് നിങ്ങളെ അമ്മ ഏൽപ്പിച്ച മുതൽ. എന്നാ ഇപ്പൊ ദീ വന്നീക്ക് മൂത്തപ്പജ്ജാണല്ലോ, ജനാണ് പിടിച്ചോ. കൊണ്ടുപോയിക്കോളി. എടാ നിങ്ങളൊക്കെ അമ്മേ എനിക്ക് എൻ്റെ അമ്മാൻ്റെ മാതിരിയായിരുന്നു. എൻ്റെ പെണ്ണുങ്ങൾക്കും ഓളെ അമ്മാൻ്റെ മാതിരിയായിരുന്നു. ഞങ്ങൾ എല്ലാ കാര്യങ്ങളും ആണ്ടും കൊണ്ടും പറഞ്ഞിരുന്നു. അതേ മക്കളോട് പറയും പോലെ എന്നോട് പറഞ്ഞിരുന്നു. കാരണം അതിന് മക്കളോട് പറഞ്ഞാണ്ടേ ഊതിയിട്ടിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ അതൊന്നും കേൾക്കാൻ നിങ്ങൾ മക്കൾക്ക് കഴിഞ്ഞിട്ടില്ല. ഇന്നു വെച്ചാൽ വേദന അത് പോയ വേദന ഉള്ളൂ. നിങ്ങൾക്ക് സ്വത്ത് മുതലും മാത്രം അതിൻ്റെ മതി. ഇതുവരെ നിങ്ങളെ ഉമ്മാൻ്റെ സ്നേഹത്തിൽ നിങ്ങൾ ഉമ്മാന്നൊന്നും വിളിച്ചിട്ടില്ലടാ. നിങ്ങളൊക്കെ ഇനി ഇമ്മാന്ന് വിളിച്ചാൽ കെഞ്ചേണ്ട ഒരു നാൾ വരും. പൊന്നാര മക്കളെ, ഈ വീഡിയോ കണ്ട നിങ്ങളെ പെരാളിലൊന്നും ഇങ്ങനത്തെ ഒരു അവസ്ഥ ഉണ്ടാവരുത് കേട്ടോ. ഒരു ഉമ്മാക്ക് 5-8 മക്കളെ നോക്കാൻ കഴിച്ചു. ആ 5-8 മക്കൾക്ക് ഒരു ഉമ്മാനെ നോക്കാൻ പറ്റാത്ത ഒരു കാലത്താണ് നമ്മൾ ജീവിച്ചിട്ടുള്ളത്. ഇമ്മാന്ന് പറഞ്ഞതേ നമ്മളെ പെരീത്തെ ഒരു വിളക്കാണ്. അത് കെട്ടാലേ ഇരുട്ടേക്കാര പെരിയിൽ മുഴുവൻ. ഒരു ഉമ്മയും മക്കളെ നോക്കിയ കണക്കേ വേറെ ഒരാളോട് ഇതുവരെ പറഞ്ഞിട്ടില്ല കേട്ടോ. ഇനി ഇമ്മാരെ നമ്മളൊക്കെ നോക്കിയേ ആ അവസ്ഥ അറിയണമെങ്കിലേ നമ്മളെ പെണ്ണുങ്ങളാളെ നമ്മളെ മക്കളെ നോക്കേണ്ടത് നിങ്ങളൊന്നും ശ്രദ്ധിച്ചാൽ മതി. അതേമാതിരി നമ്മളമ്മാരും നമ്മളെ നോക്കിക്കണമെന്നുള്ളൊരു ചിന്ത നമുക്ക് വരും. അതുകൊണ്ട് ഇമ്മാനെ നമ്മൾ ഒരിക്കലും വെറുപ്പിച്ചരുത്.
ജീവിച്ചണ കാലത്തോളം സ്നേഹത്തോടു കൂടി ഓലൊപ്പം ജീവിച്ചാൻ എല്ലാ മക്കളും നോക്കണം. അതാണ് ഈ ബീരാങ്കാക്ക നിങ്ങളോട് പറയാനുള്ളൂ കേട്ടോ.